നമസ്കാരം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സമ്പത്തിന്റെ ദൈവമാണ് കുബേരൻ. ധനത്തിന്റെയും സമ്പത്തിന്റെയും മൂർത്തിയായ കുബേരനെ ആരാധിച്ചാൽ സമ്പത്തും സൗഭാഗ്യവും ആവോളം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാസ്തുശാസ്ത്രമനുസരിച്ച് വടക്കിന്റെ അധിപനായ കുബേരന് അദ്ദേഹത്തിന്റെ കൈവശം ഒരു കുടത്തിൽ എല്ലായ്പ്പോഴും സ്വർണവും രത്നവുമെല്ലാം സൂക്ഷിക്കുമത്രേ. എന്തും തന്നെയായാലും ഭാരതത്തിൽ കുബേരനെ ആരാധിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളുണ്ട്. കുബേരന് മാത്രമായുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കൂടിയും കുബേര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണിവ. ഇന്ത്യയിലെ പ്രസിദ്ധമായ കുബേര ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടെ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയാം. വാസ്തുശാസ്ത്രമനുസരിച്ച് വടക്കിന്റെ അധിപനായ കുബേരൻ എന്ന് പറയുമ്പോഴും ലങ്കാധിപതിയായ രാവണന്റെ സഹോദരൻ എന്ന നിലയിലാണ് പുരാണങ്ങളിൽ നമ്മൾ കുബേരനെ പരിചയപ്പെട്ടിരിക്കുന്നത്. വിശ്വാസങ്ങൾ പറയുന്നതനുസരിച്ച് പ്രസിദ്ധമായ പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ വിശ്രവസിനും ഭാരദ്വാജ മഹർഷിയുടെ മക്കൾക്കും ജനിച്ച മകനാണ് കുബേരൻ. വിശ്രവസിന്റെ മകനായിരുന്നതിനാൽ വൈശ്രവണൻ എന്നും കുബേരൻ അറിയപ്പെടുന്നുണ്ട്. ലങ്കാ നഗരം ഉൾപ്പെടെയുള്ള അനുഗ്രഹങ്ങൾ ബ്രഹ്മാവ് വഴിയാണ് കുബേരന് ലഭിച്ചതത്രേ. ലങ്കാ നഗരവും പുഷ്പക വിമാനവും സ്വന്തമായിട്ടുണ്ടായിരുന്ന കുബേരനോട് സഹോദരങ്ങളായ രാവണനും കുംഭകർണനും അസൂയ തോന്നുകയായിരുന്നുവെന്നും കലഹിക്കുകയും ചെയ്യുമായിരുന്നത്രേ. ഒടുവിൽ പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് തന്റെ സമ്പത്ത് മുഴുവൻ സഹോദരങ്ങൾക്ക് നൽകി അദ്ദേഹം പോവുകയും ചെയ്തു എന്നാണ് കഥ. എല്ലാ സഹോദരങ്ങൾക്ക് നൽകിയ ശേഷം കുബേരൻ തന്നെ പോയത് സരസ്വതി നദീതീരത്തേക്കാണ്. അവിടെ പോയി തന്റെ കഷ്ടപ്പാടും സ്വത്തും പ്രാപ്തവും തിരികെ ലഭിക്കണമെന്നതിനായി അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്ത് ഒരു മഹായാഗം നടത്തി. അദ്ദേഹത്തിന്റെ യാഗത്തിൽ പ്രസാദിച്ച ശിവൻ കുബേരന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും കൈലാസത്തിനടുത്ത് അളകാപുരി എന്ന നഗരം കുബേരനായി നിർമ്മിച്ചു നൽകുകയും ചെയ്തു. ധനത്തിന്റെ അധിപനായ കുബേരനെ വാഴിച്ചതും യശരാജാവായി കുബേരനെ വാഴ്ത്തിയതും ശിവനാണെന്നാണ് വിശ്വാസം. ത്രയംബകൻ എന്നും കുബേരൻ അറിയപ്പെടുന്നുണ്ട്. കുബേരന്റെ ഇടതു കൈയിൽ ഒരു കുടമുണ്ടെന്നും അതിൽ സ്വർണം, രത്നം, ധനം എന്നിവ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെന്നുമാണ് വിശ്വാസം. ഈ കുടം ഒരിക്കലും കാലിയാവില്ലത്രേ.